ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് SCERT ചാപ്റ്റർ വൈസ് ക്ലാസ്സിലും 5ാം ക്ലാസ്സിലെ പാഠപുസ്തകമായ സോഷ്യൽ സയൻസിലെ 11ാമത്തെ ചാപ്റ്ററാണ് നിയമവും സമൂഹവും. ഇത് ലാസ്റ്റ് ചാപ്റ്ററാണ്, 5ാം ക്ലാസ്സിലെ ലാസ്റ്റിലത്തെ ചാപ്റ്ററാണ്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററൂടെ കഴിഞ്ഞാൽ നമ്മൾ 5ാം ക്ലാസ്സിലെ മുഴുവനും സോഷ്യൽ സയൻസിലെ ചാപ്റ്ററുകൾ പഠിച്ചു. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. പാഠഭാഗത്ത് തുടക്കത്തിൽ കുളങ്കര എന്ന് പറയുന്ന ഒരു കളിയെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ എന്താണ്, ആ ഒരു കളി കളിക്കണമെങ്കിൽ അതിന് കുറച്ച് റൂളുകളുണ്ട്. ആ റൂള് പാലിച്ചെങ്കിൽ മാത്രമേ ആ ഒരു കളിക്ക് പൂർണ്ണത ഉണ്ടാവത്തുള്ളൂ. ശരിയല്ലേ? അതുപോലെയാണ് നമ്മളിവിടെ നോക്കുന്നത് എന്താണ് നിയമം. സ്കൂളിൽ വ്യവസ്ഥകളും മാർഗനിർദ്ദേശങ്ങളും അനുസരിക്കുന്നത് പോലെ സമൂഹത്തിന്റെ നിലനിൽപ്പിന് ചില വ്യവസ്ഥകളും മാർഗനിർദ്ദേശങ്ങളും പാലിക്കേണ്ടത് അനിവാര്യമാണ്. സമൂഹത്തിന്റെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഏർപ്പെടുത്തുന്ന അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥകളുമാണ് നിയമം. മനുഷ്യർ സാമൂഹിക ജീവികളാണ്. ഓരോ വ്യക്തിക്കും സമൂഹത്തിൽ മെച്ചപ്പെട്ട ജീവിതവും സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിന് നിയമങ്ങൾ അനിവാര്യമാണ്. സമൂഹത്തിലെ എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് നിയമങ്ങൾ. നമ്മളിത് വായിക്കുമ്പോൾ ഓർക്കും, നിയമങ്ങൾ ഉണ്ടായിട്ട് പോലും ഇന്ന് അതനുസരിക്കാതെ ഒരു കൂട്ടം ജനങ്ങൾ സമൂഹത്തിൽ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് അല്ലേ? എന്നാലും നമ്മൾ പേടിക്കാതെ ജീവിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ആരെയും പേടിക്കാതെ നമ്മൾ ജീവിക്കുന്നത് ഇതുപോലെ നിയമങ്ങൾ ഉള്ളത് കൊണ്ടാണ് അല്ലേ? ഓക്കെ, ഒരു സാമൂഹിക കൂട്ടായ്മയിൽ അതിലെ അംഗങ്ങളായ വ്യക്തികളുടെ സ്വഭാവം, പെരുമാറ്റം, പ്രവൃത്തി, സ്വാതന്ത്ര്യം, അവകാശം തുടങ്ങിയവയ്ക്കുമേൽ ചില വ്യവസ്ഥകളും നിയന്ത്രണങ്ങളും ആവശ്യമാണ്. വ്യക്തി താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതോടൊപ്പം പൊതു താൽപ്പര്യങ്ങൾ കൂടി പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ സമൂഹത്തിന് ചില ചിട്ടകൾ ആവശ്യമായി വരുന്നു. ഈ ധർമ്മമാണ് നിയമങ്ങൾ നിർവഹിക്കുന്നത്. ഓക്കെ, നോക്കിക്കേ, നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമത്തിന്റെ ചരിത്രത്തിന് BC 3000 വരെ പഴക്കമുണ്ട്. BC 1760 ഹമ്മുറാബി രാജാവ് ബാബിലോണിയൻ നിയമം ക്രോഡീകരിച്ച് കല്ലിൽ ആലേഖനം ചെയ്തു. ഇത് ഹമ്മുറാബിയുടെ നിയമസംഹിത എന്ന് അറിയപ്പെട്ടു. സമൂഹ കൂട്ടായ്മയുടെ അധികാരത്തിൽ വ്യക്തിക്ക് മേൽ പ്രാബല്യത്തിലാക്കുന്ന ആചാരമുറ, നിയന്ത്രണം ഇവയെല്ലാം നിയമങ്ങളാണ്. ഓരോ വ്യക്തിക്കും തനതായ താൽപ്പര്യങ്ങളും അവകാശങ്ങളും ഉണ്ടായിരിക്കണം. അവ പാലിക്കപ്പെടണം. അതോടൊപ്പം തന്നെ സഹജീവികളായ വ്യക്തികളുടെ അവകാശങ്ങളും പാലിക്കപ്പെടേണ്ടതുണ്ട്. കാലദേശ സമൂഹ വ്യത്യാസങ്ങൾക്കനുസരിച്ച് നിയമം എന്ന വാക്കിന്റെ നിർവചനവും വ്യത്യാസപ്പെട്ടിരിക്കുന്നതായി കാണാം. സമൂഹജീവിയായ മനുഷ്യന് സമാധാനപരവും സുസ്ഥിരവുമായ ജീവിതാവസ്ഥ ഉറപ്പാക്കുന്നതിനായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതും പാലിക്കപ്പെടുന്നതുമായ പെരുമാറ്റച്ചട്ടങ്ങളാണ് നിയമങ്ങൾ. വ്യക്തി, സമൂഹം, രാഷ്ട്രം എന്നിവയ്ക്കിടയിൽ ഉണ്ടായേക്കാവുന്ന താൽപ്പര്യങ്ങളെയും വൈരുദ്ധ്യങ്ങളെയും സമീകരിച്ച് സുസ്ഥിര സാമൂഹ്യാവസ്ഥ പുലർത്തുന്നതിനുള്ള ഉപാധി കൂടിയാണ് നിയമം. ഏതൊരു സമൂഹത്തിന്റെയും അടിസ്ഥാന ശിലയാണ് നിയമം. നിയമങ്ങൾ വ്യക്തിഗത അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കും ഒരു സംരക്ഷണ കവചമായി നിലകൊള്ളുന്നു. വ്യക്തികൾക്ക് അവരുടെ അവകാശങ്ങളെയും കടമകളെയും കുറിച്ച് പഠിക്കാനും നീതിക്ക് വേണ്ടിയുള്ള നിയമപ്രക്രിയകളെക്കുറിച്ച് ഉൾക്കാഴ്ച നേടാനും നിയമപഠനം സഹായിക്കും. ഇത് വിമർശനശേഷിയും വിശകലനശേഷിയും പ്രശ്നപരിഹരണശേഷിയും നേടുന്നതിന് കുട്ടികളെ സഹായിക്കുന്നു. ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളും സുരക്ഷയും എല്ലാവർക്കും ലഭ്യമാകണം. അവകാശങ്ങളെയും ചുമതലകളെയും കുറിച്ച് അവബോധം സൃഷ്ടിച്ച് കുട്ടികളെ ദേശസ്നേഹികളായ പൗരരായി മാറ്റിയെടുക്കാൻ നിയമപഠനം സഹായിക്കും. ഓക്കെ, നോക്കിക്കേ, നിയമത്തിന്റെ ഉറവിടങ്ങൾ എവിടെയാണെന്ന്. നിയമത്തിന്റെ ഉറവിടങ്ങളാണ് പൊതുജനാഭിപ്രായം, ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾ, നിയമവിദഗ്ധരുടെ അഭിപ്രായങ്ങൾ, സാമൂഹിക വഴക്കങ്ങൾ, കോടതി, നിയമനിർമ്മാണ സഭ. നോക്കിക്കേ, നിയമങ്ങൾ പാലിക്കപ്പെടാതിരുന്നാൽ സമൂഹത്തിന് എന്ത് സംഭവിക്കും? നിയമങ്ങൾ പാലിക്കപ്പെടാതിരുന്നാൽ സംഘർഷങ്ങൾ ഉണ്ടാകും. അതിന്റെ ഫലമായിട്ട് സമൂഹത്തിന്റെ നിലനിൽപ്പ് അപകടത്തിലാകും. അതിനാൽ നിയമലംഘനം ശിക്ഷാർഹമാണ്. നിയമങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ അതിന് ശിക്ഷ ഉണ്ടാകും. ഓക്കെ,
നിയമങ്ങൾ പ്രധാനമായും രണ്ട് രീതിയിലാണ് ഉള്ളത്. ഏതൊക്കെയാണ്? സാമൂഹിക വഴക്കങ്ങളിൽ കൂടി രൂപപ്പെടുന്ന നിയമങ്ങൾ. സാമൂഹിക വഴക്കങ്ങളിൽ കൂടി രൂപപ്പെടുന്ന നിയമങ്ങൾ. വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ വഴി രൂപപ്പെടുത്തുന്ന നിയമങ്ങൾ. പ്രാചീന സമൂഹത്തിൽ നിലനിന്നിരുന്ന നിയമങ്ങളെല്ലാം തന്നെ വഴക്കങ്ങളിൽ നിന്ന് രൂപപ്പെട്ടവയാണ്. പ്രാചീന സമൂഹത്തിൽ നിലനിന്നിരുന്ന നിയമങ്ങൾ എങ്ങനെയാണ്? വഴക്കങ്ങളിൽ നിന്ന് രൂപപ്പെട്ടവയാണ്. നോക്കി, സാമൂഹിക വഴക്കങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സാമൂഹിക സംഘത്തിലോ സംസ്കാരത്തിലോ സ്വീകാര്യമായി കണക്കാക്കപ്പെടുന്ന വിശ്വാസങ്ങൾ, മനോഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവയുടെ അലിഖിത നിയമങ്ങളാണ് സാമൂഹിക വഴക്കങ്ങൾ. ഇവ പൊതുവെ കൃത്യമായി എഴുതപ്പെടാത്തവയായിരുന്നു. സാമൂഹിക വഴക്കങ്ങളിൽ കൂടിയും ആചാരങ്ങളിൽ കൂടിയുമായിരുന്നു അവ നടപ്പിലാക്കിയിരുന്നത്. സാമൂഹിക ക്രമങ്ങളുടെ ഭാഗമായി ഉണ്ടായിരുന്ന മിക്ക നിയമങ്ങളും പിന്നീട് മാറ്റപ്പെടുകയോ കാലോചിതമായി പരിഷ്കരിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. സമൂഹം പുരോഗതി കൈവരിച്ച കാലത്ത് വഴക്കങ്ങൾ വഴി രൂപപ്പെട്ട നിയമങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കപ്പെട്ടു. ആധുനിക കാലഘട്ടത്തിൽ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ വഴിയാണ് നിയമങ്ങൾ രൂപപ്പെടുന്നത് എന്ന ധാരണ ഉറപ്പിക്കാം. സമൂഹം പുരോഗതി കൈവരിച്ച കാലത്ത് വഴക്കങ്ങൾ വഴി രൂപപ്പെട്ട നിയമങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കപ്പെട്ടു. ആധുനിക കാലഘട്ടത്തിൽ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ വഴിയാണ് നിയമങ്ങൾ രൂപപ്പെടുന്നത് എന്ന ധാരണ ഉറപ്പിക്കാൻ കഴിയും. നോക്കിക്കേ, നിത്യജീവിതത്തിലെ പരിചിതമായ നിയമങ്ങൾ നോക്കിക്കേ. ഗതാഗത നിയമങ്ങൾ, ബാലാവകാശ നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം, മനുഷ്യാവകാശ നിയമം, വിവരാവകാശ നിയമം, പ്രകൃതി സംരക്ഷണ നിയമം. നോക്കിക്കേ, ഈ നിയമങ്ങളൊക്കെ എങ്ങനെയാണ് രൂപപ്പെട്ടിട്ടുള്ളത്? ആധുനിക കാലഘട്ടത്തിൽ ഓരോ ഗവൺമെന്റും നിയമനിർമ്മാണ സഭകൾ വഴിയാണ് രാഷ്ട്രത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. എങ്ങനെയാണ്? ആധുനിക കാലഘട്ടത്തിൽ ഓരോ ഗവൺമെന്റും നിയമനിർമ്മാണ സഭകൾ വഴിയാണ് രാഷ്ട്രത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുന്നത്. ഓക്കെ, രാഷ്ട്രം എന്ന് പറഞ്ഞാൽ എന്താ? രാഷ്ട്രം ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് ഭരണകൂടത്തിന്റെ കീഴിൽ ജീവിക്കുന്ന സംഘടിതമായ സമൂഹത്തെയാണ് രാഷ്ട്രം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെന്റ്, പരമാധികാരം എന്നിവയാണ് രാഷ്ട്രത്തിന്റെ ഘടകങ്ങൾ. ഓക്കെ, ഗവൺമെന്റുകൾ മുൻകൈയെടുത്ത് നിർമ്മിക്കുന്ന നിയമങ്ങൾക്ക് പുറമെ ശക്തമായ പൊതുജനാഭിപ്രായത്തെ തുടർന്നും നിയമനിർമ്മാണ സഭകൾ നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട്. ഗവൺമെന്റുകൾ മുൻകൈയെടുത്ത് നിർമ്മിക്കുന്ന നിയമങ്ങൾക്ക് പുറമെ ശക്തമായ പൊതുജനാഭിപ്രായത്തെ തുടർന്നും നിയമനിർമ്മാണ സഭകൾ നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട്. കോടതി വിധികളും വ്യാഖ്യാനങ്ങളും നിർദ്ദേശങ്ങളും പലപ്പോഴും പുതിയ നിയമങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഇപ്രകാരം കോടതി ഇടപെടലുകളിൽ കൂടിയും നിയമങ്ങൾ രൂപപ്പെടാറുണ്ട്. ഇവിടെ ചിത്രത്തില് ഇന്ത്യൻ പാർലമെന്റും കേരള നിയമനിർമ്മാണ സഭയും കാണിച്ചിട്ടുണ്ട്. രാജ്യത്തിന് മുഴുവനായി ബാധകമാവുന്ന നിയമങ്ങൾ ഇന്ത്യൻ പാർലമെന്റിലും സംസ്ഥാനത്തെ അധികാരപരിധിയിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ സംസ്ഥാന നിയമസഭകളിലുമാണ് നിർമ്മിക്കുന്നത്. ഓക്കെ, രാജ്യത്തിന്റെ മുഴുവനായി ബാധകമാവുന്ന നിയമങ്ങൾ ഇന്ത്യൻ പാർലമെന്റിലും സംസ്ഥാനത്തിന്റെ അധികാരപരിധിയിലുള്ളത് എവിടെയാണ്? സംസ്ഥാന നിയമസഭകളിലുമാണ്. ഓക്കെ, നോക്കിക്കേ, നിൽക്കൂ, നോക്കൂ, നീങ്ങൂ. ഇവിടെ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് കാണിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ചിത്രം എന്താണ്? സൈക്കിൾ സവാരി പാടില്ലാത്ത കാര്യമായതുകൊണ്ടാണ് ഇങ്ങനെ ക്രോസ് കൊടുത്തേക്കുന്നത്. കണ്ടോ? സൈക്കിൾ സവാരി പാടില്ല. കാൽനട യാത്ര പാടില്ല, അതും ക്രോസ് കൊടുത്തേക്കുവാണ്. കാൽനട യാത്ര പാടില്ല. പിന്നെന്താണ്? പാർക്കിങ് പാടില്ല. പിന്നെന്താണ്? സ്കൂള് അടുത്തുണ്ടെന്നാണ് കാണിച്ചേക്കുന്നത്. അടുത്ത സ്കൂളുണ്ട്, ശ്രദ്ധിക്കണം. അതിനാണ് അങ്ങനത്തെ ഒരു ചിഹ്നം കാണിച്ചേക്കുന്നത്, കുട്ടികൾ പാസ് ചെയ്യുന്നത്. അടുത്ത എന്താണ്? റെയിൽവേ ഗേറ്റ് ആണ്. റെയിൽവേ ഗേറ്റിന്റെ ചിഹ്നമാണ് അടുത്തതായിട്ട് കാണിച്ചേക്കുന്നത്. പിന്നെന്താണ്? ആറാമത്തേത് റോഡ് മുറിച്ച് കടക്കാനായിട്ട് സാധിക്കും, അതാണ് കൊടുത്തേക്കുന്നത്. പിന്നെന്താണ്? ഏഴാമത്തേത് സീറ്റ് ബെൽറ്റ് ശരിയായി ധരിക്കുക, അതാണ് കാണിച്ചിട്ടുള്ളത്. അടുത്ത എന്താണ്? ഹോൺ അടിക്കാൻ പാടില്ല, ക്രോസ് ചെയ്തേക്കുവാണ്, ഹോൺ അടിക്കാൻ പാടില്ല. അടുത്ത എന്താണ്? ഹെൽമെറ്റിന്റെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്, ഹെൽമെറ്റ് ധരിക്കുക. അപ്പോൾ തന്നേക്കുന്ന റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് ഇത്.
ഇത്തരം അടയാളങ്ങൾ സൂചിപ്പിക്കുന്ന നിയമങ്ങൾ ദൈനംദിന ജീവിതത്തിൽ പാലിക്കേണ്ടത് അനിവാര്യമാണ്. റോഡ് ഗതാഗതം സുഗമവും അപകടരഹിതവുമാക്കുന്നതിനു വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ള നിയമങ്ങളാണ് റോഡ് സുരക്ഷാ നിയമങ്ങൾ. കാൽനട യാത്രക്കാരും വാഹനങ്ങൾ ഓടിക്കുന്നവരും ഈ നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ഗതാഗത നിയമങ്ങൾ അനുസരിക്കുന്നതിലൂടെ സ്വന്തം സുരക്ഷയും മറ്റുള്ളവരുടെ സുരക്ഷയും ഉറപ്പുവരുത്താൻ കഴിയുന്നു. ഇപ്പോഴെന്താണ് നമ്മൾ ദിവസവും കാണുന്നതാണ് റോഡിലെ അപകടങ്ങൾ അല്ലേ. ഇതുപോലെ റോഡ് നിയമം അനുസരിക്കാതെ പോകുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? അപകടങ്ങൾ ഉണ്ടാവുന്നത്. അത് അനുസരിക്കാത്ത ആൾക്ക് മാത്രമല്ല, റോഡിലൂടെ പോകുന്ന ആർക്കും ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ കാണുന്നതല്ലേ കാൽനടയാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നത്. അതുപോലെ തന്നെ റോഡ് നിയമം പാലിച്ചു പോകുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. ഓക്കെ, അതുകൊണ്ട് റോഡ് നിയമങ്ങൾ എന്ത് ചെയ്യണം? റോഡ് സുരക്ഷാ നിയമങ്ങൾ നമ്മൾ പാലിച്ച് തന്നെ പോവണം. വാഹനങ്ങളുടെ വർധനവ് മൂലം റോഡ് അപകടങ്ങൾ ധാരാളം ഉണ്ടാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. റോഡിലൂടെയുള്ള സുരക്ഷിത യാത്ര കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും പ്രധാനമാണ്. ഗതാഗത നിയമങ്ങളും ഗതാഗത ചിഹ്നങ്ങളും പരിചയപ്പെടുന്നതിലൂടെ തിരക്കേറിയ റോഡുകളിൽ സുഗമമായും സുരക്ഷിതവുമായ യാത്ര ഉറപ്പുവരുത്താൻ കഴിയുന്നു. കാൽനട യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. നമ്മുടെ രാജ്യത്ത് വാഹന ഗതാഗതം റോഡിന്റെ ഇടതുവശത്തുകൂടിയാണ്. നമ്മുടെ രാജ്യത്ത് വാഹന ഗതാഗതം റോഡിന്റെ ഇടതുവശത്തുകൂടിയാണ്. റോഡിന്റെ വലതുവശം ചേർന്ന് നടന്നാൽ എതിരെ വരുന്ന വാഹനങ്ങൾ വ്യക്തമായി കാണാൻ സാധിക്കും. ഇടതുവശത്തുകൂടിയാണ് നടക്കുന്നതെങ്കിൽ പിന്നിലൂടെ വരുന്ന വാഹനങ്ങൾ നാം കാണില്ല. ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. റോഡിന്റെ വശത്ത് നടപ്പാത ഉണ്ടെങ്കിൽ അതിലൂടെ നടക്കുക. നടപ്പാതകളില്ലെങ്കിൽ റോഡിന്റെ വലതുവശം ചേർന്ന് മാത്രം നടക്കുക. 2 പേരിൽ കൂടുതൽ വശം ചേർന്ന് നടക്കരുത്. കാൽനടയാത്ര നിരോധിച്ചിട്ടുള്ള സ്ഥലങ്ങളിലൂടെ കാൽനടയാത്ര പാടില്ല. മൊബൈൽ ഫോൺ, ഹെഡ്സെറ്റ് എന്നിവ ഉപയോഗിച്ചുകൊണ്ട് റോഡിൽ കൂടി നടക്കരുത്. ആദ്യം വലതുവശത്തേക്കും പിന്നീട് ഇടതുവശത്തേക്കും നോക്കി വാഹനങ്ങളില്ലെന്ന് ഉറപ്പുവരുത്തി മാത്രം റോഡ് മുറിച്ച് കടക്കുക. സീബ്ര ക്രോസിംഗ് ഉള്ള സ്ഥലങ്ങളിൽ അതിലൂടെ മാത്രം റോഡ് മുറിച്ച് കടക്കുക. സിഗ്നൽ ഉള്ള ഇടങ്ങളിൽ കാൽനടയാത്രക്കാർക്ക് കടന്നു പോകാനുള്ള പച്ച വെളിച്ചം തെളിയുന്നതുവരെ കാത്തു നിൽക്കുക. കാൽനടയാത്രക്കാർക്കായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മേൽപ്പാലങ്ങൾ, സ്കൈവാക്ക്, ഭൂഗർഭ പാതകൾ എന്നിവ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. നിയമവും സൈബർ ലോകവും. ആധുനിക സാങ്കേതിക വിദ്യയും ഓൺലൈൻ സംവിധാനങ്ങളും ആഴത്തിൽ വേരൂന്നിയ ഒരു കാലഘട്ടത്തിലാണ് ഇന്നത്തെ തലമുറ. ചെറിയ പ്രായത്തിൽ തന്നെ ഓൺലൈൻ സാങ്കേതിക വിദ്യയുമായി ഇടപഴകാനുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് ധാരാളം കിട്ടുന്നുണ്ട്. അതിനാൽ മുൻ തലമുറയെ അപേക്ഷിച്ച് ഇവർ സൈബർ ലോകവുമായി ബന്ധപ്പെട്ട ചൂഷണങ്ങൾക്ക് പലപ്പോഴും വിധേയരാകേണ്ടി വരുന്നു. സൈബർ കുറ്റകൃത്യങ്ങളെ തിരിച്ചറിഞ്ഞ് സുരക്ഷിതരാവാൻ സൈബർ സുരക്ഷാ അവബോധം കുട്ടികളിൽ എത്തേണ്ടതുണ്ട്. നോക്കിക്കോ ഓരോ വാർത്തകൾ. സൈബർ തട്ടിപ്പ്, വിദേശ പൗരൻ അറസ്റ്റിൽ, ഓൺലൈൻ ഇടപാട് നടത്തുന്നവർക്ക് ലക്കി കൂപ്പൺ അയച്ച് തട്ടിപ്പ്, ജാഗ്രത പാലിക്കുക. വീഡിയോ കോളിലും വ്യാജൻ, സുഹൃത്തിന്റെ മുഖം കാണിച്ച് പണം തട്ടി, വ്യാജ സാമൂഹിക മാധ്യമ പ്രൊഫൈൽ ഉപയോഗിച്ച് സാമ്പത്തിക തട്ടിപ്പ്. വാർത്താ തലക്കെട്ടിലൂടെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നവമാധ്യമങ്ങളിലൂടെ നിരവധി തട്ടിപ്പുകളാണ് നടത്തുന്നത്. ഇന്റർനെറ്റ് ഗെയിമുകൾ, മൊബൈൽ ആപ്പുകൾ, ഓൺലൈൻ സേവനങ്ങൾ എന്നിവയിൽ ധാരാളം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതിനു വേണ്ടി ആവിഷ്കരിച്ച നിയമമാണ് വിവരസാങ്കേതിക വിദ്യ നിയമം 2000. ഇതുപോലെ ജനങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടി പല നിയമങ്ങളും നിലവിലുണ്ട്. അപ്പോൾ എന്താണ്? ഇന്റർനെറ്റ് ഗെയിമുകൾ, മൊബൈൽ ആപ്പുകൾ, ഓൺലൈൻ സേവനങ്ങൾ എന്നിവയിൽ ധാരാളം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടാണ് വിവരസാങ്കേതിക വിദ്യ നിയമം 2000 ഉള്ളത്. നോക്കിക്കേ, വിവരസാങ്കേതിക വിദ്യ നിയമം 2000. വിവരസാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഇടപാടുകൾക്ക് നിയമപരമായ അംഗീകാരവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിനായി നിലവിൽ വന്ന നിയമമാണിത്. സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കർശനമായ ശിക്ഷയാണ് ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നോക്കിക്കേ,
വിവരാവകാശ നിയമം 2005. വിവരാവകാശ നിയമം 2005 പ്രധാനപ്പെട്ടതാണ്. പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ അറിയാനുള്ള അവകാശം ഉറപ്പ് വരുത്തുന്നു. പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ അറിയാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നതാണ് വിവരാവകാശ നിയമം 2005. നോക്കിക്കേ, വിവര സാങ്കേതിക വിദ്യാരംഗത്തെ നിയമങ്ങൾ തന്നിട്ടുണ്ട്. അത് എന്തൊക്കെയാന്ന് നോക്കാം. IT ആക്ട് സെക്ഷൻ 67. ഇലക്ട്രോണിക് രൂപത്തിലുള്ള അശ്ലീല ദൃശ്യങ്ങളുടെ പ്രസിദ്ധീകരണമാണെങ്കിൽ 3 വർഷം തടവ്, 5 ലക്ഷം രൂപ പിഴ. കുറ്റകൃത്യം ആവർത്തിച്ചാൽ 5 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയും. അടുത്തത് സെക്ഷൻ 67A. നോക്കിക്കേ, ഇലക്ട്രോണിക് രൂപത്തിൽ ലൈംഗിക ദൃശ്യങ്ങളുടെ പ്രസിദ്ധീകരണമോ സംരക്ഷണമോ ചെയ്താൽ 5 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയും. സെക്ഷൻ 67B. അശ്ലീല ദൃശ്യങ്ങളുടെ നിർമ്മാണം, പ്രസിദ്ധീകരിക്കൽ, പ്രേരിപ്പിക്കൽ, കുട്ടികളുടെ ലൈംഗിക ദൃശ്യങ്ങൾ പകർത്തൽ, ഓൺലൈനിലൂടെ പ്രദർശിപ്പിക്കൽ, അങ്ങനെയാണെങ്കിൽ 5 വർഷം തടവ്, 10 ലക്ഷം രൂപ പിഴ. കുറ്റകൃത്യം ആവർത്തിച്ചാൽ 7 വർഷം തടവ്, 10 ലക്ഷം രൂപ പിഴ. നോക്കിക്കേ, അല്ലാതെ കുറച്ച് നിയമങ്ങൾ പരിചയപ്പെടാം. വനസംരക്ഷണ നിയമം 1980. റിസർവ് വനം അങ്ങനെ അല്ലാതാക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ മുൻകൂട്ടിയുള്ള അനുമതി വാങ്ങണം. സേവന അവകാശ നിയമം 2012. ഈ നിയമത്തിലൂടെ സേവനം പൗരരുടെ അവകാശമായി മാറി. ഫലപ്രദവും സമയബന്ധിതവുമായി സേവനം ഈ നിയമം പൗരർക്ക് ഉറപ്പു നൽകുന്നു. അടുത്തത് ഭക്ഷ്യസുരക്ഷാ നിയമം 2013. ഈ നിയമത്തിനനുസരിച്ച് അർഹതപ്പെട്ട ഭക്ഷ്യധാന്യങ്ങളോ ഭക്ഷണമോ വിതരണം ചെയ്യാത്ത സാഹചര്യത്തിൽ അർഹമായ ഗുണഭോക്താക്കൾക്ക് ഭക്ഷ്യസുരക്ഷാ അലവൻസിലുള്ള വ്യവസ്ഥയുണ്ട്. ഭക്ഷ്യസുരക്ഷാ നിയമം 2013 പഠിച്ചു വെക്കണം. അത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. വർഷം പഠിച്ചു വെക്കണേ. ഈ നിയമം അനുസരിച്ച് അർഹതപ്പെട്ട ഭക്ഷ്യധാന്യങ്ങളോ ഭക്ഷണമോ വിതരണം ചെയ്യാത്ത സാഹചര്യത്തിൽ അർഹമായ ഗുണഭോക്താക്കൾക്ക് ഭക്ഷ്യസുരക്ഷാ അലവൻസിനുള്ള വ്യവസ്ഥയുണ്ട്. കുട്ടികളും അവകാശങ്ങളും. ബാലവേല നിരോധന നിയമം ലംഘിച്ചു ഹോട്ടൽ ഉടമയ്ക്കെതിരെ കേസെടുത്തു. ബാലനീതി നിയമം നിലവിൽ വന്നതോടെ കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ കുറഞ്ഞു. സർവേ റിപ്പോർട്ട്. വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ. ശൈശവ വിവാഹ നിരോധന നിയമം നിലവിൽ വന്നു. ഇവിടെ കുറച്ച് പേപ്പർ കട്ടിങ്സ് കാണിച്ചിട്ടുണ്ട്. അതിൽ ഏതൊക്കെ നിയമങ്ങൾ പറയുന്നുണ്ട്? ബാലവേല നിരോധന നിയമം പറയുന്നുണ്ട്, വിദ്യാഭ്യാസ അവകാശ നിയമം പറയുന്നുണ്ട്, ബാലനീതി നിയമം പറയുന്നുണ്ട്, ശൈശവ വിവാഹ നിരോധന നിയമം പറയുന്നുണ്ട്. നോക്കിക്കേ, സുരക്ഷിതമായ ബാല്യം ഓരോ കുട്ടിയുടെയും അവകാശമാണ്. സുരക്ഷ മുൻനിർത്തി ഇന്ത്യൻ ഭരണഘടന കുട്ടികൾക്ക് ചില അവകാശങ്ങൾ ഉറപ്പു നൽകുന്നുണ്ട്. ഇതുകൂടാതെ ബാലാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിരവധി നിയമങ്ങളും സംവിധാനങ്ങളും നിലവിലുണ്ട്. നോക്കിക്കേ, ബാലവേല നിരോധന നിയമം 1986. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലിക്ക് നിയമിക്കുന്നത് കുറ്റകരമാണ്. നമ്മളിത് അടുത്ത പേജിൽ നോക്കുവേ. വിദ്യാഭ്യാസ അവകാശ നിയമം 2009. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നു. അടുത്ത് നോക്കിക്കേ, ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ദേശീയ തലത്തിൽ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനും സംസ്ഥാന തലത്തിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനും പ്രവർത്തിക്കുന്നുണ്ട്. നോക്കിക്കേ, ബാലനീതി നിയമം 2015. സുരക്ഷിത ബാല്യം ഉറപ്പുവരുത്തുന്നതിനായി 2015 നിലവിൽ വന്ന നിയമമാണ് ബാലനീതി നിയമം. കുട്ടികളെ ഉപദ്രവിക്കുക, അവഗണിക്കുക, ഭിക്ഷാടനം ഉപയോഗിക്കുക, അടിമവേല ചെയ്യിപ്പിക്കുക, ലഹരി വസ്തുക്കൾ നൽകുക, അതിന്റെ വിൽപ്പനയ്ക്കായി കുട്ടികളെ ഉപയോഗിക്കുക തുടങ്ങിയവ ഈ നിയമത്തിനനുസരിച്ച് ശിക്ഷാർഹമാണ്. ഇത്തരം അവകാശ ലംഘനങ്ങൾ ഉണ്ടായാൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനെ സമീപിക്കാവുന്നതാണ്. നോക്കിക്കേ, ഈ ഡേറ്റ് ഒക്കെ ഓർത്തു വെക്കുക. നവംബർ 20 ലോക ബാലാവകാശ സംരക്ഷണ ദിനം. അത് അടുത്ത ദിവസമാണ് അല്ലേ? നവംബർ 20 എന്താണ്? ലോക ബാലാവകാശ സംരക്ഷണ ദിനമാണ്. ശരി. ജൂൺ 12 എന്താണ്? ബാലവേല വിരുദ്ധ ദിനമാണ്. ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനമാണ്. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇത് എക്സാമിനൊക്കെ വരുവേ. 1098 1098. ഓക്കെ. പോക്സോ ആക്ട് 2012. നോക്കിക്കേ, ലിംഗപദവി വ്യത്യാസമില്ലാതെ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിനായി നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട്. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം.
2012 അന്താരാഷ്ട്ര തലത്തിൽ 1989 നിലവിൽ വന്ന കുട്ടികളുടെ അവകാശ ഉടമ്പടിയെ അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെന്റ് ഈ നിയമം നടപ്പിലാക്കിയിട്ടുള്ളത്. നോക്കിക്കേ, നമ്മളിപ്പോൾ നോക്കിയ നിയമങ്ങളൊക്കെ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പോക്സോ ആക്ട് കുട്ടികൾക്കെതിരെ ഏറിവരുന്ന ലൈംഗിക പീഡനങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷ നൽകുവാനും 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലും ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ സംരക്ഷിക്കുന്നതിനും നിർമ്മിക്കപ്പെട്ടതാണ് പോക്സോ ആക്ട്. നോക്കി വെക്കുക, 2012 നവംബർ 14 നിലവിൽ വന്നു. ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം, ലൈംഗിക പീഡനം, കുട്ടികളെ അശ്ലീല പുസ്തകങ്ങൾ കാണിക്കൽ, അവരെ ഉപയോഗിച്ചുള്ള ചിത്രമെടുക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക. ഇത്തരം കുറ്റകൃത്യങ്ങളുടെ വിചാരണയ്ക്കായി പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക. ഈ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണ വിചാരണ നടപടികളിൽ ബാലസൗഹൃദ സമീപനം ഉറപ്പുവരുത്തുക. നോക്കിക്കേ, ബാലവേല നിരോധന നിയമം 1986. ബാലവേല നിരോധന നിയമം 1986 പ്രകാരം 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലി ചെയ്യിക്കുന്നത് ബാലവേലയാണ്. 2016 ഭേദഗതി പ്രകാരം 14നും 18നും ഇടയിലുള്ള കൗമാരപ്രായക്കാർക്കും ബാലവേലയിൽ നിന്ന് സംരക്ഷണം നൽകുന്നു. അടുത്ത് നോക്കിക്കേ, വിദ്യാഭ്യാസ അവകാശ നിയമം 2009. ഈ നിയമം അനുസരിച്ച് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധവും സാർവത്രികവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നു. പഠനത്തിന് ആവശ്യമായ ചെലവ് വഹിക്കാൻ കുട്ടിക്ക് ബാധ്യതയില്ല. നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം എന്നത് സർക്കാരുകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, സ്കൂൾ അധികൃതർ, രക്ഷിതാക്കൾ, അധ്യാപകർ എന്നിവരുടെ ഉത്തരവാദിത്വവും ചുമതലയുമാണ്. 6 വയസ്സ് കഴിഞ്ഞ കുട്ടി സ്കൂളിൽ പോകാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ കുട്ടിയുടെ വയസ്സിന് അനുയോജ്യമായ ക്ലാസ്സിൽ കുട്ടിയെ പ്രവേശിപ്പിക്കേണ്ടതാണ്. കുട്ടിയുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താൻ കുട്ടിക്ക് പ്രത്യേക പരിശീലനം നൽകണം. 14 വയസ്സ് കഴിഞ്ഞാലും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കുട്ടിക്ക് അവകാശം ഉണ്ടായിരിക്കും. വിദ്യാഭ്യാസം പൂർത്തിയാക്കാനുള്ള സൗകര്യമില്ലാത്ത സ്കൂളിലാണ് കുട്ടി പഠിക്കുന്നതെങ്കിൽ അവിടെ നിന്നും കുട്ടിക്ക് മറ്റേതെങ്കിലും സ്കൂളിലേക്ക് മാറ്റം ആവശ്യപ്പെടാം. ബാലനീതി നിയമം 2015. ബാലാവകാശ സംരക്ഷണ ദിനം നവംബർ 20. ബാലനീതി നിയമം 2015. ബാലാവകാശ സംരക്ഷണ ദിനം എന്നാണ് നവംബർ 20. ഇപ്പൊ അടുത്ത ദിവസമാണ് അല്ലേ. ബാലവേല വിരുദ്ധ ദിനം എന്നാണ് ജൂൺ 12. ബാലവേല വിരുദ്ധ ദിനം ജൂൺ 12. ശരി, ഓക്കെ. ഗതാഗത നിയമങ്ങൾ, സൈബർ നിയമങ്ങൾ തുടങ്ങിയവ സമൂഹത്തിന്റെ പൊതുവായ സുരക്ഷ മുൻനിർത്തിയുള്ളതാണ്. എന്നാൽ ചില നിയമങ്ങൾ പ്രത്യേക വിഭാഗങ്ങളുടെ സംരക്ഷണാർത്ഥം ഉള്ളവയാണ്. നോക്കിക്കേ, എന്താ നിയമവാഴ്ച? നിയമവാഴ്ച എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ജനാധിപത്യത്തിന്റെ അടിത്തറ നിയമവാഴ്ചയാണ്. നമ്മുടെ ജനാധിപത്യത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് എന്താണ്? നിയമവാഴ്ചയാണ്. എല്ലാ നിയമങ്ങളും രാജ്യത്തെ എല്ലാ പൗരർക്കും ഒരേപോലെ ബാധകമാണ്. ആർക്കും നിയമത്തിന് അതീതരാകാൻ കഴിയില്ല. നിയമലംഘനത്തിനും കുറ്റകൃത്യത്തിനും വിവേചനപരമായ ശിക്ഷ നൽകാൻ പാടില്ല. അപ്പോൾ എല്ലാവർക്കും എന്താണ്? തുല്യ പരിഗണനയാണ് അല്ലേ. ശിക്ഷയ്ക്കനുസരിച്ചാണ് വിധി നൽകുന്നത്. അല്ലാതെ എന്താണ്, തെറ്റ് ചെയ്തവന് ശിക്ഷ കിട്ടാതെ ഇരിക്കുന്നില്ല. ഓക്കെ, വ്യത്യസ്തങ്ങളായ നിയമങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. ഈ നിയമങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്നത് കൊണ്ടാണ് നമ്മുടെ സാമൂഹിക ജീവിതം സുഗമമായി മുന്നോട്ട് പോകുന്നത്. നിയമത്തിന് മുന്നിൽ എല്ലാ പൗരരും തുല്യരാണ്. അല്ലാതെ എന്താണ്, അവിടെ പ്രത്യേകതകളൊന്നുമില്ല. എല്ലാവർക്കും തുല്യ പരിഗണനയാണ് ഉള്ളത്. നിയമം ഉറപ്പാക്കുന്ന തുല്യ സംരക്ഷണം അനുഭവിച്ച് അവയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യമാണ് നിയമവാഴ്ച. നിയമവാഴ്ച എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമം ഉറപ്പാക്കുന്ന തുല്യ സംരക്ഷണം അനുഭവിച്ച് അവയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യമാണ് നിയമവാഴ്ച. ഓക്കെ, ഇനി നോക്കിക്കേ, നമ്മുടെ പരിസരത്ത് എന്തെങ്കിലും തർക്കങ്ങളോ കലഹങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ നിയമവാഴ്ച ഉറപ്പുവരുത്താൻ, അവയ്ക്ക് പരിഹാരം കാണാനും എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്? പോലീസ് സ്റ്റേഷനുണ്ട്, ജനപ്രതിനിധികളുണ്ട്, തദ്ദേശ സ്വയംഭരണ ജാഗ്രതാ സമിതികളൊക്കെ ഉണ്ട്. ഓക്കെ, ക്രമസമാധാന പാലനമാണ് പോലീസിന്റെ ചുമതല. തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും ശിക്ഷ വിധിക്കുന്നതിനുമുള്ള അധികാരം ആർക്കാണ്? കോടതികൾക്കാണ്. ഇവിടെ കോടതിയുടെ ചിത്രം കാണിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയുണ്ട്, കേരള ഹൈക്കോടതിയുണ്ട്. നോക്കിക്കേ, സുപ്രീം കോടതി എന്ന് പറയുന്നത് ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ്. സുപ്രീം കോടതി ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. സുപ്രീം കോടതി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹിയിലാണ് സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത്. ഇനിയും കേരള ഹൈക്കോടതി നോക്കിക്കേ,
സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി. എറണാകുളത്താണ് കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? എറണാകുളത്താണ്. ഓക്കെ. സുപ്രീം കോടതിയും ഹൈക്കോടതിയും കൂടാതെ വിവിധതരം കോടതികൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതി, കീഴ്ക്കോടതി. നിയമത്തിന്റെ പരമാധികാരം ഉറപ്പുവരുത്തുക എന്നതാണ് കോടതികളുടെ മുഖ്യ ചുമതല. നിയമങ്ങൾ പാലിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സാമൂഹിക ജീവിതം സാധ്യമാവുന്നത്. ഇത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ടേ. അങ്ങനെ നമ്മുടെ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ എല്ലാ ചാപ്റ്ററും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.